വഖഫ് നടത്തുന്ന അധിനിവേശ ശ്രമങ്ങൾ മൂലം പ്രതിസന്ധിയിലായ മുനമ്പം കടപ്പുറം മേഖലയിലെ പ്രദേശവാസികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് സർക്കുലർ പുറപ്പെടുവിച്ച് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ. സർക്കുലറിലേക്ക് കടപ്പുറം വേളാങ്കണ്ണി മാത പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിപ്പുറം പഞ്ചായത്തിൽ മുനമ്പം കടപ്പുറം മേഖലയിൽ 1989 മുതൽ ഫറൂഖ് കോളേജ് അധികൃതരിൽ നിന്നും വിലയ്ക്ക് വാങ്ങി നിയമാനുസൃതം രജിസ്റ്റർ ചെയ്യപ്പെട്ട 1000-ഓളം ആധാരങ്ങളിൽ ഉൾപ്പെട്ടതും ക്രൈസ്തവരും ഹൈന്ദവരും ഉൾപ്പെടെ 600-ൽ പരം കുടുംബങ്ങൾ വസിക്കുന്നതുമായ ഭൂമിക്ക് വഖഫ് ബോർഡ് കഴിഞ്ഞ 5 വർഷത്തോളമായി അവകാശവാദം ഉന്നയിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ 5 കേസുകൾ നിലവിലുണ്ട്. ഈ വിധം മുന്നോട്ടു പോയാൽ സമീപകാലത്ത് ഒരു പരിഹാരം പ്രതീക്ഷിക്കാനാകില്ല. തന്നെയുമല്ല, ഈ ഭൂമി വഖഫ് ബോർഡിന്റെ രേഖകളിൽ ഉൾപ്പെട്ടതിനാലും കേസുകൾ നടക്കുന്നതിനാലും ക്രയവിക്രയം നടത്താനോ പണയപ്പെടുത്തി ലോൺ എടുക്കാനോ ഉടമസ്ഥർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് വിവാഹം, കുട്ടികളുടെ പഠനം, ഭവന നിർമ്മാണം തുടങ്ങി സ്ഥലവാസികളുടെ പല ആവശ്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. സ്വന്തം ഭൂമിയും കിടപ്പാടവും നഷ്ടപ്പെടുമോ എന്ന വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ചരിത്രം ആരംഭിക്കുന്നത് 1902-ലാണ്. അക്കാലത്ത് തിരുവിതാംകൂർ രാജാവ് ഗുജറാത്തിൽ നിന്ന് കേരളത്തിലെത്തിയ അബ്ദുൾ സത്താർ മൂസ ഹാജി സേട്ടിന് 404 ഏക്കർ ഭൂമിയും 60 ഏക്കർ വെള്ളക്കെട്ടും കൃഷി ആവശ്യത്തിനായി പാട്ടത്തിന് കൊടുക്കുകയുണ്ടായി. അതിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രദേശവാസികളായിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി ഒഴിവാക്കിയായിരുന്നു പാട്ടം. 1948-ൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ സിദ്ദിഖ് സേട്ട് ഇടപ്പള്ളി സബ് രജിസ്റ്റർ ഓഫീസിൽ നിന്നും ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങി. 50 വർഷങ്ങൾക്കിടയിൽ ഈ മേഖലയിൽ പല ഭാഗങ്ങളിലും കടലേറ്റമുണ്ടാവുകയും ഭൂമി കടൽ കയറി നഷ്ടമാവുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് 1934-ലുണ്ടായ ശക്തമായ കാലവർഷവും കടൽക്ഷോഭവും പണ്ടാരക്കടപ്പുറം എന്നറിയപ്പെട്ടിരുന്ന കടപ്പുറത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി. മഹാരാജാവ് സേട്ടിന് പാട്ടത്തിന് നൽകിയിരുന്ന ഭൂമിയിൽ വലിയൊരു ഭാഗം അവിടെയായിരുന്നു. എങ്കിലും പിന്തുടർച്ചാവകാശി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമിയിൽ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പുരയിടങ്ങളും ഉൾപ്പെട്ടു. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത ഭൂമി 1950 നവംബർ 1-ന് സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് കൈമാറി. ക്രയവിക്രയം നടത്താമെങ്കിലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റൊരാവശ്യത്തിനും ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഈ ഭൂമി ഉപയോഗിക്കരുതെന്നും ഏതെങ്കിലും കാലത്ത് കോളേജ് ഇല്ലാതാകുന്ന പക്ഷം ഭൂമി നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്റെ സന്തതി പരമ്പരകൾക്ക് തിരികെ ലഭിക്കണം എന്നീ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ആധാരമാണ് അന്ന് രജിസ്റ്റർ ചെയ്തത്. അതേസമയം അറിഞ്ഞോ അറിയാതെയോ വഖഫായി നിലനിൽക്കുന്നു എന്നൊരു വാക്ക് ആധാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഭൂവിനിയോഗം സംബന്ധിച്ച ചില തർക്കങ്ങളെ തുടർന്ന് ഫറൂഖ് കോളേജ് മാനേജ്മെന്റും തദ്ദേശവാസികളും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി. ഭൂമി ഫറൂഖ് കോളേജിന് ദാനം കിട്ടിയതാണ് എന്ന വിലയിരുത്തലിനെ തുടർന്ന് പിന്നീടുള്ള കോടതി ഉത്തരവുകൾ പ്രദേശവാസികൾക്ക് അനുകൂലമായില്ല. 1975-ൽ പ്രദേശവാസികൾ കുടിയാൻ സംഘം രൂപീകരിച്ച് പറവൂർ മുൻസിഫ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. കേസുകൾ നീണ്ടുപോവുകയും 34 വർഷങ്ങൾക്ക് ശേഷം ഒത്തുതീർപ്പ് പ്രകാരം 1987-ൽ അന്നുണ്ടായിരുന്ന കുടിക്കിടപ്പുകാർ നൂറ്റാണ്ടുകളായി അവർ ജീവിച്ചിരുന്ന ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റിൽ നിന്നും കൂടിയ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നു. കാലങ്ങളായി അവിടെ ജീവിച്ചു പോന്ന മത്സ്യത്തൊഴിലാളികൾ എന്ന നിലയിൽ തൊഴിലിനെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ വലിയ വില കൊടുക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. തുടർന്ന് ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് കൗൺസിൽ സെക്രട്ടറി ഒപ്പിട്ട ഏകദേശം 280ഓളം ആധാരങ്ങളാണ് 1989 മുതൽ 1993 വരെയുള്ള കാലയളവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പിന്നീടുള്ള 3 പതിറ്റാണ്ട് കാലം കൊണ്ട് പ്രദേശം നല്ല രീതിയിൽ വികസിച്ചു. നൂറുകണക്കിന് വീടുകളും സ്ഥാപനങ്ങളും ദേവാലയങ്ങളും ഇവിടെ നിർമ്മിക്കപ്പെട്ടു. റോഡുകളും പാലങ്ങളും വന്നു. അങ്ങനെ പ്രദേശവാസികൾ സമാധാനപരമായി ജീവിച്ചു വരുമ്പോഴാണ് പെട്ടെന്നൊരു വെല്ലുവിളി നേരിടേണ്ടതായി വന്നത്. 2022 ജനുവരി മാസത്തിൽ കരമടയ്ക്കാൻ വില്ലേജ് ഓഫീസിലെത്തിയ ഒരാൾക്ക് കരമടയ്ക്കാൻ കഴിഞ്ഞില്ല. അത് വഖഫ് ഭൂമിയാണ് എന്നൊരു ഓർഡർ തഹസിൽദാരിൽ നിന്ന് എത്തിയിരുന്നതാണ് തടസ്സത്തിന് കാരണമായത്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് 2019-ൽ തന്നെ ഇത്തരം നീക്കങ്ങൾ വഖഫ് ബോർഡ് ആരംഭിച്ചിരുന്നതായി തദ്ദേശവാസികൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരാൾക്ക് പോലും ഇത് സംബന്ധിച്ച നോട്ടീസ് ലഭിച്ചിരുന്നില്ല. പിന്നീട് തദ്ദേശവാസികൾ ജനപ്രതിനിധികളുമായി ബന്ധപ്പെടുകയും തിരുവനന്തപുരത്ത് നേരിട്ട് പോയി ഒട്ടേറെ ചർച്ചകൾ നടത്തുകയും ഹൈക്കോടതിയിൽ കേസ് നടത്തുകയും ചെയ്ത ശേഷമാണ് 600ഓളം വരുന്ന കുടുംബങ്ങൾക്ക് കരമടയ്ക്കാനും പോക്കുവരവ് നടത്താനും അനുമതി ലഭിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ആ ഓർഡർ സ്റ്റേ ചെയ്യപ്പെട്ടു. നിലവിൽ പ്രദേശവാസികൾ ഹൈക്കോടതിയിൽ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാസാക്കാനൊരുങ്ങുന്ന വഖഫ് നിയമ പരിഷ്കരണത്തെ നാട്ടുകാർ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഫറൂഖ് കോളേജിന് ദാനം കിട്ടിയതാണ് ഈ ഭൂമിയെന്ന് മുൻ കോടതി വിധികളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഭൂമി കോളേജിൽ നിന്ന് നിയമാനുസൃതം വില
നൽകി സ്വന്തമാക്കി പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിട്ടുള്ളവരാണ് തദ്ദേശവാസികൾ. ആ ഭൂമിക്കാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡ് ആസ്തി വിവര പട്ടികയിൽ ഈ ഭൂമി ഉൾപ്പെടുത്തിയപ്പോൾ നിയമാനുസൃതമായ കാര്യങ്ങൾ നടത്തിയിട്ടില്ല എന്നതിലും തദ്ദേശവാസികളെ ഇത് അറിയിച്ചിട്ടില്ല എന്നതിലും ദുരൂഹതയുണ്ട്. വഖഫ് നിയമത്തിന്റെ മറവിൽ മുനമ്പത്ത് നിർധനരായ ജനങ്ങൾ 1.5 നൂറ്റാണ്ടിലേറെ കാലമായി അധിവസിച്ചിരുന്നതും പണം കൊടുത്ത് സ്വന്തമാക്കിയതുമായ ഭൂമി കൈവശപ്പെടുത്താനുള്ള വഖഫ് ബോർഡിന്റെ നീക്കം സാമാന്യ നീതിക്ക് നിരക്കാത്തതും മനുഷ്യാവകാശ ലംഘനവുമാണ്. നീതിപീഠവും ജനപ്രതിനിധികളും സർക്കാരും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നീതി നടത്തിക്കൊടുക്കാൻ ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിച്ചേ തീരൂ. ഈ പ്രശ്നം പൊതുശ്രദ്ധയിൽ കൊണ്ടുവരാൻ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലുള്ള വഞ്ചി സ്ക്വയറിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി 2024 സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് സംഘടിപ്പിക്കുന്നുണ്ട്. കടപ്പുറത്തെ നമ്മുടെ സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നമ്മുടെ ഇടവകളിൽ നിന്നും സംഘടനകളിൽ നിന്നും പരമാവധി പേർ ഇതിൽ പങ്കെടുക്കണമെന്ന ആഹ്വാനത്തോടെയാണ് കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പുറപ്പെടുവിച്ച സർക്കുലർ അവസാനിക്കുന്നത്.